ഫഹദ് ഫാസിലിന് പരിമിതികളുണ്ട്. മമ്മൂക്കയ്ക്ക് മുഖം ചുവപ്പിക്കാൻ ടെക്നിക്കുകൾ അറിയാം. മലയാളത്തിലെ മുൻനിര നടന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. ഒന്നിനു പിറകെ ഒന്നായി ഷൈനിന്റെ സിനിമകൾ റിലീസിനെത്തുകയാണ്. വിവേകാനന്ദൻ വൈറലാണ് പുതിയ ചിത്രം. നായക നടനായും സ്വഭാവ നടനായും വില്ലനായുമെല്ലാം ഷൈൻ പ്രേക്ഷകർക്ക് മുമ്പിലെത്താറുണ്ട്. അഭിനയത്തിൽ വിമർശനവും പ്രശംസയും ഷൈനിന് ഒരുപോലെ ലഭിക്കാറുണ്ട്. ഡയലോഗ് ഡെലിവറിയിലും ഉച്ചാരണത്തിലും നടൻ പരാജയപ്പെടുന്നുണ്ടെന്ന് വിമർശകർ തന്നെ അഭിപ്രായപ്പെടാറുമുണ്ട്. കുമാരി ഉൾപ്പെടെയുള്ള സിനിമകളാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാറ്. ഇപ്പോഴിതാ മലയാളത്തിലെ മികച്ച നടന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം മലയാളത്തിൽ വന്ന മികച്ച നടൻ ഫഹദ് ഫാസിലാണെന്നാണ് ഷൈൻ പറയുന്നത്. അതേസമയം ഫഹദിന് പരിമിതികളുണ്ടെന്ന് ഷൈൻ ടോം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണമെല്ലാം. രണ്ടാമത് വന്നപ്പോൾ ഫഹദിനെ പോലെ പെർഫോം ചെയ്യുന്നെന്ന് നമുക്ക് തോന്നി. മികച്ചതല്ല, പക്ഷേ ഒരാൾ അയാളെപ്പോലെ തന്നെ പെർഫോം ചെയ്യുന്നു. അതിനു മുമ്പ് വന്ന ആക്ടേഴ്സിൽ മമ്മൂക്കയെയും മോഹൻലാലിനെയുമാണ് കണ്ടത്. ഫഹദ് വന്നപ്പോഴാണ് പുതിയൊരു ആക്ടർ ഉണ്ടായത്. സ്റ്റാർസും നായകന്മാരും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു ആക്ടർ ഉണ്ടായത് ഫഹദ് വന്ന ശേഷമാണ്. ഫഹദിന് മോഹൻലാലിനെ പോലെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല. ഡാൻസും പരിപാടികളും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻറ്റൻസും ത്രില്ലറുമായതേ പുള്ളിക്ക് പിടിക്കൂ. ഹ്യൂമറും ഈസി ആവുന്നില്ല. മമ്മൂക്കും പരിമിതികൾ ഉണ്ടായിരുന്നു. പിന്നെ മികച്ചതായിട്ട് ആരെയും പറയില്ല. നമ്മൾക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ടല്ലോ എന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട്. അഭിനേതാക്കൾ പ്രയോഗിക്കുന്ന ചില ടെക്നിക്കുകളെക്കുറിച്ചും ഷൈൻ ടോം ചാക്കോ സംസാരിക്കുന്നുണ്ട്. ടെക്നിക്കുകൾ അറിഞ്ഞാൽ അവർ നല്ല നടനായി ആൾക്കാർക്ക് മുന്നിൽ തോന്നും. അല്ലെങ്കിൽ ഇതെല്ലാം അഭിനയത്തിൻ്റെ പ്രശ്നങ്ങളായി തോന്നും. എഴുന്നേൽക്കുമ്പോൾ ആ സ്പീഡിൽ വേരിയേഷൻ വന്നാൽ തന്നെ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് തോന്നും. മമ്മൂക്കയും മോഹൻലാലും ഈ ടെക്നിക്ക് നന്നായി മനസ്സിലാക്കുകയും കറക്റ്റായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. മികച്ച നടന്മാരെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തു. അല്ലാതെ പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. ക്ലോസ് ഷോട്ടിൽ മമ്മൂക്കയുടെ കണ്ണിൽ വെള്ളം വന്നാൽ തന്നെ നമ്മുടെ കണ്ണ് നിറയും. പക്ഷേ വൈഡ് ഷോട്ടിൽ കുറച്ചുകൂടെ ബോഡി എടുത്തിട്ടു ചെയ്യണം. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പെർഫോം ചെയ്യുമ്പോഴാണ്. മമ്മൂക്ക ചില ഷോട്ട് എടുക്കുമ്പോൾ കവിൾ പിടിച്ച് തിരിക്കും. അതുകൊണ്ടാണ് ചില ഷോട്ടിൽ കവിൾ ചുവന്നിരിക്കുന്നത്. ക്ലോസ് എടുക്കുമ്പോൾ മുഖം തുടുത്തിരിക്കും. അങ്ങനെ പല ടെക്നിക്കുകളും പുള്ളിക്കുണ്ട്. പുള്ളി കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ. എപ്പോഴും സിനിമയിൽ ആളുകൾ ബ്യൂട്ടിഫിക്കേഷന് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവർ ക്യാരക്ടർ ആവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഭംഗിയിലിരിക്കണം എന്ന സങ്കല്പം ഉണ്ടായിരുന്നെന്നും ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു.